മെച്യൂരിറ്റി എന്ന് പറയുന്നൊരു കാര്യത്തിലാണ് ഇന്ന് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളത്. ഈ മെച്യൂരിറ്റി എന്താണെന്ന് ആർക്കും അറിയത്തില്ല. മെച്യൂരിറ്റി എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. കൂടുതൽ ആൾക്കാരും അവർക്ക് മെച്യൂരിറ്റി ഉണ്ട്, എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം, നീ പറഞ്ഞത് തെറ്റാണ്, നീ പറഞ്ഞത് ശരിയാണ് എന്ന് തർക്കിക്കാനാണ് പോണത്. സത്യത്തിൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നീ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, നീ എന്ത് ചെയ്താലും ഞാൻ ശരിയായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് മെച്യൂരിറ്റി. ഇവിടെ എന്തൊക്കെ നടന്നാലും ഞാനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്വത, പ്രായപൂർത്തി എന്നുകൊണ്ടുള്ളത് കൊണ്ട് സംഭവിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും എടുത്ത് ഇടപെട്ട് എല്ലാ കാര്യത്തിലും നേരെയാക്കി കളയാം എന്ന് കരുതുന്നത് ശുദ്ധ പൊട്ടത്തരമാണ്. എല്ലാ കാര്യവും ഞാനങ്ങോട്ട് നേരെയാക്കും എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നത്തിലോട്ട് പോകുന്നത്. അവിടെ തുടങ്ങി പ്രശ്നം. പ്രശ്നം കണ്ടു കഴിഞ്ഞു. പ്രശ്നത്തിന് പരിഹരിക്കാൻ ഇറങ്ങി. ഈ പരിഹരിക്കാനായിട്ട് ഇറങ്ങാതെ ഇരിക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? അതുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പഴയ ട്രോമ മെമ്മറി കിടക്കുന്നു. അതെ, നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. നമുക്ക് പ്രായപൂർത്തി എന്ന് പറയുന്ന വിഷയമാണ് നമ്മളിന്ന് കൂടുതലും സംസാരിക്കുന്നത്. അപ്പോൾ പ്രായപൂർത്തി എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഇടപെടാൻ സാധിക്കുന്നതല്ല. പ്രായപൂർത്തി എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും ഇടപെടാതെ ഇരിക്കാൻ സാധിക്കുന്നതാണ് പ്രായപൂർത്തി. ഞാനായിട്ടിരിക്കുന്നതാണ് പ്രായപൂർത്തി എന്ന് പറയുന്നത്. ഞാനായിട്ടിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഞാനായിട്ടിരിക്കാൻ പറ്റാത്തതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് ഞാനായിട്ട് ഇരിക്കുന്നതാണ് എൻ്റെ പ്രായപൂർത്തി, പക്വത. അവനവനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെല്ലാം അത് നടക്കാനും അത് നടത്താനുമുള്ള കാര്യങ്ങൾ ഞാനാകാനുള്ള കാരണങ്ങളുമായിട്ട് ബന്ധമില്ലാത്തതാണ്. ഞാനുമായിട്ടുള്ള ബന്ധമില്ലായ്മയിൽ ഇടപെടുമ്പോഴാണ് എനിക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. എന്നെ ബാധിക്കാൻ ബന്ധമുള്ളതിൽ അനുയോജ്യമായിട്ട് പെരുമാറും. ഇടപെടുകയല്ലേ എന്നാൽ പെരുമാറ്റം മാത്രമേ ഉള്ളൂ. ഒന്നിലും ഇടപെടേണ്ട കാര്യമില്ല. കാരണം ബന്ധമുള്ളതിൽ ഇടപെടേണ്ട കാര്യം ബന്ധമുണ്ടല്ലോ. ബന്ധമുള്ളതിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. ബന്ധമുള്ളതിൽ പിന്നെ ഇടപെടണത് എങ്ങനെ? ബന്ധമുള്ളതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ പിന്നെ പെടാൻ പറ്റത്തില്ല. അവിടെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിന് മാറ്റമില്ല. എൻ്റെ മൊബൈലിൻ്റെ ചാർജ് അപ്പം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു മിനിറ്റ്, എൻ്റെ ചാർജ് 20%. അപ്പം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ഇടപെടണം എങ്ങനെ? നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ ശ്രദ്ധിക്കാനേ പറ്റത്തുള്ളൂ. നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു വ്യക്തിത്വ ബോധം എന്ന് പറയുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ അവനെ സ്വാധീനിക്കാതെ അവനിരിക്കാൻ സാധിക്കുന്നതാണ് അവൻ്റെ ശരിക്കുള്ള വ്യക്തിത്വ ബോധം. അവൻ കഴിവുള്ളവനാണ്. എല്ലാ കാര്യത്തിലും പോയി തലയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ ചൊവ്വേ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇടപെടേണ്ട കാര്യത്തിൽ, നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഓൾറെഡി ആണ്. നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന എന്തിലാണ്? ജീവനിലാണ്. ജീവൻ എന്താ ചെയ്യുന്നത്? ജീവൻ നമ്മളാക്കി നിലനിർത്തുന്നു. അപ്പോൾ ജീവൻ നമ്മളെ നിലനിർത്തുമ്പോൾ ആ നിലനിർത്തുന്ന ജീവനെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ തിരിച്ചറിവെന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പം നമ്മളിൽ വരുന്ന മാറ്റത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റാത്തപ്പോൾ നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോൾ എന്താണ്? റോഡ്, വീട്, അതൊക്കെ അവിടെ നിരന്തരമുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അതിനെ ആശ്രയിക്കുകയും എൻ്റെ വീട്, എൻ്റെ തൊഴിൽ, എനിക്ക് തൊഴിലെന്നും ഉണ്ട്. പലരും ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് മറ്റേ സ്ഥാനമുണ്ട്. ഇതൊന്നും പോകുന്നില്ല. പക്ഷേ ഇതൊന്നും അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവില്ല. ഞാനുണ്ടെന്നുള്ള അവസ്ഥയിൽ എനിക്ക് കൃത്യമായിട്ട് ഇടപെടാൻ സാധിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. പക്ഷെ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഐ കനോട്ട് കണ്ടിന്യൂസ്ലി ഫോക്കസ് ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ. ഞാനുണ്ടെന്ന് പറഞ്ഞ അവസ്ഥയിൽ എനിക്ക് നിരന്തരം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. അതാണ് എൻ്റെ പ്രശ്നം. അതാണ് ഞാനുണ്ടെന്ന് പറഞ്ഞ അവസ്ഥയിൽ എനിക്ക് നിരന്തരം തുടരാൻ പറ്റുന്നില്ല. അതാണ് എല്ലാവരും അനുഭവിക്കുന്ന പ്രതിസന്ധി. ഞാനുണ്ടെന്ന് പറഞ്ഞ അവസ്ഥയിൽ എനിക്ക് നിരന്തരം നിൽക്കാൻ സാധിച്ചാൽ ആഹാ, അത് വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സവിശേഷത.
ഞാനുണ്ടെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിരന്തരം നിലനിൽക്കുന്നതാണ്. ഞാനുണ്ടെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിരന്തരം നിലനിൽക്കുമ്പോൾ എനിക്കെന്ത് സംഭവിക്കും? എനിക്ക് ആശ്വാസം. അതാണ് എൻ്റെ ആശ്വാസം. ഇപ്പം ഞാൻ മറ്റൊരാളെ ആശ്വാസം കിട്ടിയാൽ മതി. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ എനിക്ക് അതിനകത്ത് ഇടപെടേണ്ടി വരുന്നു. നീ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയണത് എൻ്റെ പ്രാപ്തിയില്ലായ്മയാണ്. എൻ്റെ പ്രാപ്തിയില്ലായ്മയാണ് മറ്റൊരാൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ തലയിടുന്നത്. അതാണ് എൻ്റെ ദുഃഖത്തിനും ദുരന്തത്തിനും കാരണം. എന്നിട്ട് ഞാൻ പറയും, എനിക്ക് കഴിവുകൊണ്ടിടാ, ഞാൻ കാണിച്ചു തരാടാ. കാണിച്ചു തന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഞാനായിരിക്കുന്ന അവസ്ഥ ആരെയും കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് മറ്റാർക്കും കാണേണ്ട ആവശ്യമില്ല. അത് അവനവനായി ഇരിക്കുന്നിടത്ത് മാത്രമേ ആവശ്യമുള്ളൂ. അത് നിത്യമാണ്. അതാണ് ശരിക്കുമുള്ള വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗം. ആ അവസ്ഥ പിന്നെ അപ്ഗ്രേഡ് ചെയ്യണത് അത് തന്നെ അപ്ഗ്രേഡ് ചെയ്യല്ലേ. നമ്മളല്ലല്ല ഒരു അവസ്ഥ അപ്ഗ്രേഡ് ചെയ്യുന്ന. പ്രപഞ്ചത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന നമ്മളല്ലല്ല. നമ്മൾ പ്രപഞ്ചത്തിൽ മാറ്റം ഉണ്ടാക്കാൻ നോക്കിയാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. ഞാൻ ബൈജുവിൽ മാറ്റം ഉണ്ടാക്കാൻ നോക്കിയാൽ, ഞാൻ ഷാഫിയിൽ മാറ്റം ഉണ്ടാക്കാൻ നോക്കിയാൽ പണി കിട്ടും. ഞാനുണ്ടാക്കിയ മാറ്റത്തിൻ്റെ ഭാഗം നാളെ ബൈജു ചോദിച്ചു വരും എൻ്റെ അടുത്ത്. ആ സുഭാഷിനൊന്നൊരു മാറ്റം ഉണ്ടാക്കിയല്ല, എനിക്കിപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. താനല്ലേ അന്ന് അങ്ങനെ പറഞ്ഞത്, ഞാനതുകൊണ്ട് അങ്ങനെ ചെയ്ത്, ഇനി ഞാൻ എന്ത് ചെയ്യണം? അങ്ങ് ചോദിച്ചു വരാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക മാത്രമേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അവനവനിലേ സാധിക്കുള്ളൂ. അതിനനുസരിച്ച് നമ്മളെ അനുസരിക്കുക എന്ന് പറഞ്ഞ ഭാഗം, ഇത് അവനവനെ അനുസരിക്കാൻ പറ്റുന്നില്ല. അവനവനെ അനുസരിക്കാൻ പറ്റാത്തുള്ളവർ മറ്റുള്ളവരെ അനുസരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ മറ്റുള്ളവരെ അനുസരിക്കുന്നവരാണ് ഗുരുക്കന്മാരുണ്ട്. ഗുരുക്കന്മാരുണ്ടെന്ന് പറയണവരെന്താ ചെയ്യുന്നത്? ഗുരുക്കന്മാരുടെ പേരിൽ തല്ലുപിടിക്കുക. അല്ലേ? ഇപ്പം നമുക്കറിയാം, ഖുർആൻ, ഭഗവത്ഗീത, ബൈബിള് ഇതൊക്കെ പിടിച്ചുകൊണ്ട് നടക്കണവർ ഇത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ തല്ലുപിടിക്കുക. അത് ശരിയാണെങ്കിൽ അവൻ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലേ? ഈ ഗ്രന്ഥം കയ്യിലിരിക്കുന്നവൻ സ്വസ്ഥമായിട്ടിരിക്കുന്നുണ്ടോ? ഞാൻ ഹിന്ദു ആണെന്നും പറഞ്ഞ് എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഹിന്ദു എന്ന് പറയുമ്പോൾ ഹിന്ദുത്വത്തെ ആക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത്? ഞാൻ ഹിന്ദു ആണെന്ന് പറയുന്നു. ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല, അവനെ വകവരുത്തിയാലേ എനിക്കിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുത്വത്തെ മൊത്തത്തെ ആക്ഷേപിക്കുക. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. കാരണം ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സംസ്കാരത്തെ തിരിച്ചറിഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ളതാണ്. വ്യക്തിബോധത്തെ തിരിച്ചറിഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഏത് സംസ്കാരമാണെങ്കിലും, ഇപ്പോൾ ബൈബിൾ എടുത്താലും യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ യേശു ക്രിസ്തുവിന് 2 ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മാനസികാവസ്ഥ തകർന്നു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? യേശു ക്രിസ്തുവിനൊന്നും പറ്റത്തില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ താങ്ങി നടക്കുന്നവർക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് നമ്മൾക്ക് നിരന്തരം നമ്മളിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധത ഭയങ്കര കൂടുതലാണ്. മറ്റുള്ളവർ എന്നെ ആക്രമിക്കട്ടെന്നേ, കൊന്നുകളട്ടെന്നേ, ഒരു കുഴപ്പമില്ല. അപ്പം ആരെങ്കിലും നമ്മളെ കൊല്ലാൻ വരുന്നുണ്ടെങ്കിൽ അവൻ കൊല്ലുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലണം. പക്ഷേ എന്നെ സൃഷ്ടിച്ചാരാൻ? ഞാനാണോ സൃഷ്ടിച്ചതല്ല. അപ്പം എന്നെ കൊല്ലുമ്പോൾ അവൻ ഈ പറയുന്ന പ്രപഞ്ചത്തോടാ ചോദ്യം ചെയ്യുന്നത്, അല്ലേ? ഞാൻ ബൈജുവിനെ കൊല്ലാനല്ല, ബൈജുവിനെ നശിപ്പിക്കണം, ബൈജുവിടെ വരാൻ പാടില്ല എന്ന് പറയാൻ എനിക്കെന്താണ് അധികാരം? ഞാൻ ബൈജുവിടെ വരാൻ പാടില്ലെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ആരോടാ പറയണത്? ഈ പ്രപഞ്ചത്തോടാണ് ഞാൻ പറയണത്. അപ്പോൾ എനിക്കിവിടെ നിലനിൽക്കാനുള്ള അവസരം പ്രപഞ്ചം തരുമോ? ഞാനും ബൈജുവിനെയും പ്രപഞ്ചമാണ് സൃഷ്ടിച്ചതെങ്കിൽ ബൈജുവിനെ നശിപ്പിക്കാൻ എനിക്ക് അധികാരമില്ല. ബൈജുവിനെ എന്നുള്ള ആരെയും നശിപ്പിക്കാൻ എനിക്ക് അധികാരമില്ല. അതുകൊണ്ടാണ് കൊല്ലരുത് എന്ന്, മൃഗങ്ങളെ കൊല്ലരുത് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഒന്നിനെയും കൊല്ലരുത് എന്ന് പറയാനുള്ള കാരണം അതാണ്. മൃഗങ്ങളെ മാത്രമല്ല, മനസ്സിലായോ? ഇപ്പം നമ്മൾ ആഹാരം കഴിക്കണം, ഭക്ഷണം കഴിക്കണം. നമ്മുടെ ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത്. ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഭക്ഷണം കഴിച്ചാലേ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ.
എല്ലാത്തിലും ഊർജ്ജമുണ്ട് അല്ലേ? എല്ലാത്തെയും കയറി ഭക്ഷണമെന്ന് വിളിക്കാൻ പറ്റത്തില്ല, എല്ലാത്തിലും ഊർജ്ജമുണ്ട്. കാരണം നമ്മൾ കഴിക്കുന്നത് നമ്മളെ ചലിപ്പിക്കും. അപ്പം നമ്മൾ ചലിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ചലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഭയങ്കര അപകടമാണ്. നമ്മൾ നിരന്തരം ചലിക്കുന്നതാണ്. നമ്മൾ ചലിക്കാതെ ഇരിക്കത്തില്ല. ആ ചലിക്കുന്നതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആ ചലിക്കുന്നത് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റാത്തപ്പോൾ വലിയ പ്രശ്നമാണ്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ കാരണം? നമ്മൾ ആശ്രയിക്കുന്നത് നമ്മൾ മദ്യം കഴിച്ചാൽ, ഒരു വ്യക്തി മദ്യം കഴിച്ചാൽ ആ വ്യക്തിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് മദ്യം, മയക്കുമരുന്ന്, അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള ബന്ധമില്ലാണ്ട് സത്യസന്ധത. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സത്യസന്ധത വേണം. മനസ്സിലായോ? അതാണ് ആദ്യം വേണ്ടത്. മനസ്സിലായോ? ആ വ്യക്തി ഞാനാകണം. അപ്പം നമുക്ക് കുറേ പ്രതിബദ്ധത, നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തിനാണ്? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് വേറെ എന്തെങ്കിലും നേടത്തൊന്നുമില്ല. ഉത്തരവാദിത്തം കൊണ്ട് നമുക്ക് നമ്മളെ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റണം. അതിനാണ് ഉത്തരവാദിത്തം. ഞാനൊരു അപ്പനായിരുന്നു, ഞാനൊരു കാമുകനായിരുന്നു, ഞാനൊരു ഭർത്താവായിരുന്നു, ഞാനൊരു മകനായിരുന്നു, ഞാനൊരു കമ്പനിയുടെ MD ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഞാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയാണ്. അപ്പം ഞാൻ നിരന്തരം ഇത് തന്നെ ആയിരിക്കാൻ പറ്റുമോ? ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് എന്തിനാണ്? ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് എന്നെ കണ്ടെത്താനും നിലനിർത്താനും വേണ്ടിയിട്ടാണ്. എന്നെ നിലനിർത്താനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന്, ഞാനിപ്പോഴൊരു രാജ്യത്തിൻ്റെ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന ആളാണെങ്കിൽ ആ ദൗത്യം എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്ത് ഞാൻ അതിനകത്ത് നിന്ന് ഒഴിവാകാൻ സാധിക്കണം. എന്നുവെച്ചാൽ ഞാൻ അതിനകത്ത് നിന്ന് വളരണം. ഞാനതിനകത്ത് വളരുന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് നശിച്ചു. മനസ്സിലായി? എൻ്റെ പ്രവൃത്തി കൊണ്ട് എന്നെ ഞാൻ കൂടുതൽ തിരിച്ചറിയാനാണ് സാമൂഹ്യ പ്രതിബദ്ധത. സമൂഹത്തെ സേവിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തുള്ളതാണ്. അതിനൊരു നിശ്ചയിക്കപ്പെട്ട കാലാവധിയുണ്ട്. അതിനുള്ളിൽ ഞാൻ ആ സേവനം ചെയ്ത് ഞാൻ അതിനകത്തുനിന്ന് അതിജീവിച്ച് വളരണം. എന്നും ഞാൻ സാമൂഹ്യ സേവകനായിട്ടിരിക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? ഒരു പങ്ക് വഹിക്കുന്നു. ഇപ്പം ഞാനൊരു മകനാണ്, മകൻ്റെ പങ്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് വഹിക്കണം.